വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന വികസനം UDF നഗരസഭാ ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണും MLA-ക്കുമെതിരെ ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ MLA ആയിരുന്ന PV അൻവർ, PV അബ്ദുൽ വഹാബ് MP, മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ ശ്രമമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്കായി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ 33 സെന്റ് സ്ഥലം സർക്കാർ ഉത്തരവിലൂടെ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിന് വിയോജനക്കുറിപ്പ് എഴുതി തടസ്സം നിന്നിരുന്നു. ജില്ലാ ആശുപത്രി വികസനത്തിന് ഫണ്ട് ലഭ്യമാണെങ്കിലും സ്ഥലം ഇല്ലാതിരുന്നത് വലിയ തടസ്സമായിരുന്നു. ഇതിന് പരിഹാരമായപ്പോൾ PTA കമ്മിറ്റിയെ ഉൾപ്പെടെ രംഗത്തിറക്കുകയാണെന്നും ഭൂമി വിട്ടുനൽകുന്നതിനെതിരെ ലഭിച്ച പരാതി 16 നടക്കുന്ന നഗരസഭാ ബോർഡ് യോഗ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ആശുപത്രി വികസനത്തിന് തുരങ്കം വെക്കാനാണെന്നും മാട്ടുമ്മൽ സലീം ആരോപിച്ചു. ഉത്തരവായതാണ്, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റും അവരും ഒന്ന് സംയുക്തമായി അളവെടുത്ത ഉത്തരവിന്റെ കോപ്പിയാണ് തരാം. ഉത്തരവായത് ഞാൻ എടുക്കാൻ നേരം കിട്ടില്ല. ഉത്തരവായതാണ്. പക്ഷെ ഉത്തരവായ അവരെ കൊണ്ട് ഇനിയിപ്പോ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഇടപെടാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് വേറെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള അജണ്ട വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വികസന പ്രവർത്തനം, ഇത് വികസനം എന്ന് പറയുന്നത് ഒരു എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കണമല്ല, അതൊരു പ്രൊസീജിയറാണ്. ഇടതുവശമാണേലും വലതുവശമാണേലും അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്, അത് ഗോയിങ് ഓൺ ആണ് സാധനം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഗതി, അതായത് ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് സ്ഥലം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ അത്രത്തോളം നമ്മൾ അധ്വാനിച്ചതിന് ശേഷമാണ് ഈ രണ്ട് വകുപ്പും, വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പാണെങ്കിലും ധാരാളം ചർച്ചകളും മറ്റും നടന്നതിന് ശേഷമാണ് ഒരു വകുപ്പിന് സ്ഥലം തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമ്മള് അവിടെ എന്താ പറയാ, നമ്മൾ സമർപ്പിച്ച ആ ഒരു കാര്യം കേരള സർക്കാരിനും പിണറായിക്കും നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. കാരണം ഇത് കൊടുക്കല്ലാതെ ഇവിടെ നിവൃത്തിയില്ല, ഈ വികസന പ്രവർത്തനം നടക്കണമെങ്കിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് അത് നമുക്ക് വിട്ടുകിട്ടിയത്. അപ്പൊ അത്രയും അത് ഒരു 6-7 മാസത്തെ ഇതുമല്ല, ഒരു ചെയർമാൻ എന്നുള്ളവർക്ക് വർഷങ്ങളോളായിട്ട് നമ്മൾ അതിന്റെ പിന്നാലുണ്ട്. അപ്പൊ അത് വിട്ടുകിട്ടി, അത് റെഡിയായി, എല്ലാ പണവും റെഡിയായി വരുമ്പോഴാണ് ഇവർ ഈ കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. തിങ്കളാഴ്ച ഇതിൽ അവർ വെച്ചിരിക്കുന്ന അജണ്ട നഗരസഭാ ബോർഡിൽ 1ാമത്തെ അജണ്ടയായിട്ട് വന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ അയച്ചാൽ ഒന്നാമതായി വന്നിട്ടുള്ളത് നിലമ്പൂരിൽ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുത്ത സ്ഥലം അത് തിരിച്ചെടുക്കാൻ മുനിസിപ്പാലിറ്റി കൗൺസിൽ തീരുമാനം എടുക്കണമെന്ന് HMC PTA കത്ത് കൊടുത്തുകൊണ്ടുള്ള അജണ്ടയാണ്. അവർ നിസ്സാര അജണ്ട അല്ലത്. കാരണം എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവർക്ക് ഇതൊന്നും അറിയാത്ത കേസൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു അജണ്ട വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന കൗൺസിലിന് തീരുമാനിക്കാം. നമ്മൾ തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട്, അത് വേറെ ഐറ്റം. പക്ഷെ താൽക്കാലികമായിട്ട് ഇപ്പൊ 30 ബ്ലോക്കാക്കാൻ കഴിയും. 10-30 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ അവിടെ വരാൻ പോകുന്നത്. അപ്പൊ ആ പ്രൊജക്ട് നീട്ടാൻ കഴിയും. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം പ്രമുഖ വ്യക്തികളുടെ ജീവൻ പോലും നഷ്ടമായ സാഹചര്യം നിലവിലുണ്ട്. നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. A+ വിഷൻ, നിലമ്പൂർ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.